ഉഷാറായി പോകുന്നു. ഇത്തവണ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാകാൻ പോവുകയാണ്. നഗരസഭ ഉൾപ്പെടെ തിരിച്ചു പിടിക്കും. നഗരസഭ ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും, ഒരു തർക്കവുമില്ല. കാരണം നഗരസഭയിൽ കുറേ കാലമായിട്ടുള്ള 10 വർഷമായിട്ടുള്ള BJP ഭരണത്തിൽ ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ട്രെൻഡ് കാണിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ VK ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ നഗരസഭയിൽ ഒപ്പത്തിനോടൊപ്പം എത്തി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായി. ആ ഭൂരിപക്ഷം ഒന്നും വ്യക്തിപരമല്ല, അത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ഭരണസമിതി, അതുപോലെ തന്നെ അഴിമതിയിൽ ആകെ കുളിച്ചു നിൽക്കുന്ന ഭരണസമിതി. എടുത്തു പറയാനൊരു പദ്ധതിയുണ്ടോ? അപ്പോൾ ആ ഭരണസമിതിക്കെതിരായിട്ടുള്ള കൃത്യമായ വിധിയെഴുത്ത് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകും. ചരിത്രത്തിൽ 2ാം വട്ടം, മുൻപ് കണ്ണാടിയുടെ ചരിത്രത്തിൽ ആകെ ഒരു തവണയാണ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇത്തവണ കണ്ണാടിയും തിരിച്ചു പിടിക്കും. പാലക്കാട് നിയോജകമണ്ഡലത്തിലെ 3 പഞ്ചായത്ത് നഗരസഭയും നമ്മൾ തിരിച്ചു പിടിക്കും. കഴിഞ്ഞ തവണ ഇപ്പോൾ BJP നഗരസഭയിലെ ഭരണ തുടർച്ചയാണല്ലോ. കഴിഞ്ഞ തവണ BJPയുടെ ഇത്തരം ഈ പോരായ്മകളൊന്നും ചൂണ്ടിക്കാട്ടാൻ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഭരണ തുടർച്ച വന്നത്. ഇത്തവണ അങ്ങനെ സാധിച്ചു എന്ന് അല്ല, ആ ചോദ്യത്തിന്റെ ദുസ്സൂചനയൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധ്യമൊക്കെ എനിക്കുണ്ടല്ലോ. അതുകൊണ്ടല്ല, തെരഞ്ഞെടുപ്പിൽ ചില സമയങ്ങളിലൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അത് ഏതെങ്കിലും ക്യാമ്പയിൻ്റെ പോരായ്മ കൊണ്ടല്ല. ഇത് 10 വർഷം അടുപ്പിച്ച് വഴിവിട്ട് കൊടുക്കും. 10 വർഷം അടുപ്പിച്ചാകുമ്പോഴത്തേക്കിന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു. ഇപ്പം 5 വർഷമായപ്പോൾ ജനങ്ങൾ പിന്നെയും വിചാരിച്ചു ഒരു അവസരം കൂടെ കൊടുത്താൽ ചിലപ്പോൾ നന്നായാലോ. നന്നായില്ല, അവരുടെ ഭരണം പിന്നെയും മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറപ്പായും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. രാഹുലിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഇങ്ങനെ ഓരോ വീട് കയറി വോട്ട് ചോദിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടത്തിലാണ്. അന്ന് സ്വന്തമായിട്ട് വോട്ട് ചോദിക്കുന്നത്, ഇന്ന് പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ ജീവിതത്തിലാകെ സ്വന്തമായിട്ട് ഒരിക്കലും വോട്ട് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി കൊച്ചുനാൾ മുതൽ വോട്ടില്ലാത്ത പ്രായം തൊട്ട് എനിക്ക് വോട്ടില്ലാത്ത പ്രായം തൊട്ട് വോട്ട് ചോദിച്ചത് മൊത്തം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എനിക്ക് വേണ്ടി ആകെ ജീവിതത്തിൽ ഒരു തവണ എളുപ്പം സ്വന്തമായിട്ട് വോട്ട് ചോദിക്കാനാണോ പ്രവർത്തകർ? ഞാൻ അടിസ്ഥാനപരമായ ഒരു പാർട്ടിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതാണ് കൂടുതൽ സന്തോഷമുള്ള കാര്യം. സ്വന്തമായി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണല്ലോ, ഒരു പ്രഷറൊക്കെ ഉണ്ട്. ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. പിന്നെ നമ്മളെ ജയിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യം. അത് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പാലക്കാട്ട് നഗരസഭയിലും കണ്ണാടിയിലും മാത്തൂരും പിരായിരിയിലും രാഹുൽ വളരെ സജീവമാണ്. അതിൽ രാഹുൽ മുൻപ് ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ വീണ്ടും പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ നഗരസഭ പിടിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് രാഹുലിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിനുവേണ്ടി രാഹുലിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഒപ്പമെത്താൻ, വോട്ട് നിലയിൽ വോട്ടിന്റെ കാര്യത്തിൽ BJPക്ക് ഒപ്പമെത്താൻ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പമായിരുന്നു VK ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയായപ്പോൾ പാലക്കാട് നഗരസഭയിലെ വോട്ട് ഷെയറും കണക്കുകളും സൂചിപ്പിക്കുന്നത് ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ 2024 തന്നെ പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ 4000 വോട്ടിന്റെ ഭൂരിപക്ഷം പാലക്കാട് നഗരസഭയിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭ പിടിക്കാൻ ഈ കണക്കുകൾ തന്നെ ധാരാളമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുല് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്റെ നിയോജക മണ്ഡലത്തിൽ വീട് കയറി വോട്ട് പിടിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും, എല്ലാ ശ്രമങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അതിന്റെ പ്രചരണത്തിന്റെ കുന്തമുന അല്ലെങ്കിൽ അതിന്റെ വജ്രായുധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. പാലക്കാട് നഗരസഭയിലും കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും എല്ലായിടത്തും രാഹുലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ രാഹുലുണ്ട്, അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ രാഹുലുണ്ട്. ഇപ്പോ ഇതൊക്കെ കഴിയുമ്പോ അവിടെ വോട്ട് ചോദിച്ച് വീടുകൾ കയറുവാനും പ്രചരണങ്ങൾ നടത്തുവാനും പ്രചരണങ്ങൾ കൊഴുപ്പിക്കുവാനും രാഹുൽ മാങ്കൂട്ടമുണ്ട്. വിവാദങ്ങളും പുകമറകളും ഒന്നും എന്റെ വിഷയമേ അല്ല, അതെന്നെ ബാധിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുകയാണ് രാഹുല്. അത് തന്റെ പ്രവൃത്തിയിലും കാണിക്കുകയാണ് രാഹുല്. മനസ്സിലായില്ലേ? തന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് തനിക്ക് വോട്ടില്ലാത്ത കാലം മുതൽ, താൻ വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത കാലം മുതൽ അടിമുടി പ്രവർത്തകനായ താൻ, ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായ താൻ, ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന താൻ,
ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് കാലങ്ങളായിട്ട് അയാൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. കാലങ്ങളായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ രാഹുലിന് വോട്ടില്ലാത്ത കാലം മുതലേ അയാൾ ഈ പറയുന്ന മറ്റു പലർക്കും വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങി തുടങ്ങിയിരുന്നു. അടൂരിൽ നിന്ന് തുടങ്ങിയതാണ്. ആ തുടക്കം ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇന്നിപ്പോ പാലക്കാടിന്റെ ജനനായകനായിക്കൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ തന്റെ മണ്ഡലത്തിലെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ, പ്രവർത്തനങ്ങളെ, പ്രചരണങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുലുണ്ട്. നിങ്ങൾക്ക് പല രീതിയിലുള്ള കുരുപൊട്ടലുകൾ ഉണ്ടായേക്കാം. നിങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചേക്കാം. പലതരത്തിലാണല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഏറ്റവും വലിയ ഒരു വാർത്ത നമ്മൾ കണ്ടത്, ഇന്ന് ഷാഫി പറമ്പിലും കെ സുധാകരനും VD സതീശനും രാഹുൽ മാങ്കൂട്ടവും ശ്രീകണ്ഠനും സന്ദീപ് വാര്യരും ഒക്കെ എല്ലാ കോൺഗ്രസിന്റെ നേതാക്കളും UDFന്റെ നേതാക്കളും ഒരു വേദിയിൽ ഇരിക്കുമ്പോ വാർത്ത വരികയാണ്. ഷാഫിക്ക് എന്താ പറയുന്നത്, KPCCയുടെ താക്കീത്. പക്ഷെ ആ താക്കീത് വാർത്ത വന്നു, മാധ്യമങ്ങൾ ആ താക്കീത് അറിഞ്ഞു. പക്ഷേ KPCC പ്രസിഡന്റും അറിഞ്ഞിട്ടില്ല, ഷാഫി പറമ്പിലും അറിഞ്ഞിട്ടില്ല. ഷാഫി ആ വേദിയിൽ വെച്ച് തന്നെ ആ വാർത്തയെ അങ്ങ് പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു. ഇപ്പോഴെന്താ വാർത്തകൾ വരുന്നത്? ഇപ്പൊ രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്നത് അസംതൃപ്തിയാണ്. ആർക്കാണ് അസംതൃപ്തി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അതാണ് വാർത്ത. പക്ഷേ പാലക്കാട്ടുകാർക്ക് ഒരു അസംതൃപ്തിയില്ല, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് ഒരു അസംതൃപ്തിയില്ല. അവരൊക്കെ വലിയ ആവേശത്തിലാണ്. കണ്ണാടിയിലാണെങ്കിലും, നഗരസഭയിലാണെങ്കിലും, മാത്തൂരിലാണെങ്കിലും, പിരായിരിയിലാണെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥികള് രാഹുല് കൂടെ വരിക, രാഹുൽ വോട്ട് ചോദിച്ച് വീട് കയറുക എന്ന് പറയുമ്പോൾ അവർ വലിയ ആവേശത്തിലാണ്. അവർക്ക് വലിയ ഊർജമാണത്. മനസ്സിലായില്ലേ? ആ തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് വാർത്ത എന്താണ്? രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്നതിൽ വലിയ അസംതൃപ്തിയാണ്. ആർക്ക് അസംതൃപ്തി എന്ന് അവർ പറയുന്നില്ല. പക്ഷേ ആ അസംതൃപ്തി ആരുടേതാണ്? ഈ മാധ്യമങ്ങളുടേതാണ്. ആ അസംതൃപ്തി ആരുടേതാണ്? ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളുടേതാണ്. അവർക്കാണ് അസംതൃപ്തിയുള്ളത്, അവർക്കാണ് അസ്വസ്ഥതയുള്ളത്, അവരാണ് അസഹിഷ്ണുത കാണിക്കുന്നതും. കാരണം രാഹുലിന്റെ പ്രവർത്തനങ്ങൾ ഈ പാലക്കാട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു തർക്കമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിൽ അവരുടെ ചില ബോധ്യങ്ങൾ, രാഹുൽ ഫാക്ടർ അത് വലിയ ഘടകമാകും, വലിയ സ്വാധീനമാകും എന്ന് ഉറപ്പുള്ള മാധ്യമങ്ങള് വീണ്ടും വാർത്ത നൽകുന്നു. എന്താണ്? അസംതൃപ്തിയാണ്. അവർക്കാണ് അസംതൃപ്തി. കാരണം ഇവരിൽ പലരും പിണറായി വിജയന്റെയും LDFന്റെയും CPMന്റെയും ഒക്കെ PR ഏജൻസികളാണ്. അത്തരത്തിൽ ഇവർ PR ഏജൻസികളായി പ്രവർത്തിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന പണിയെ കവച്ചു വെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിൽ, ഇവരുടെ പ്രവർത്തനങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം രാഹുലിൽ നിന്നുണ്ടാകുമ്പോൾ, രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന വലിയ ഘടകമായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മാറുമ്പോൾ ആ അസംതൃപ്തി, ആ അസ്വസ്ഥത, ആ അസഹിഷ്ണുത അത് ഇവർ പ്രകടമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ എന്താണെങ്കിലും ഈ വാർത്തകൾക്ക് പിന്നാലെയോ ഇവരുടെ ചർച്ചകൾക്ക് പിന്നാലെയോ പോകാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറല്ല. രാഹുല് പാലക്കാട് സജീവമായ ഇടപെടലുകൾ നടത്തുകയാണ്. സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം, പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൽ പോലും അസഹിഷ്ണുത കാണിച്ച് ആ ഒരു UDFന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ വേണ്ടി വക്കീലിനെയും കൂട്ടി ഭരണാധികാരിക്ക് മുന്നിലെത്തിയ ആളുകളെ ചട്ടം പഠിപ്പിച്ച് അവിടുന്ന് ആട്ടിയിറക്കുന്ന രാഹുലിനെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടത് ഈ പറയുന്ന പാലക്കാട് നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുവാനും ബാനർ കെട്ടുവാനും രാത്രികാലങ്ങളിൽ ഇറങ്ങി പുറപ്പെടുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ നമ്മൾ കണ്ടത് എന്താ? ഇന്നലെ നമ്മൾ കണ്ണാടിയിലും നഗരസഭയിലും ഒക്കെ രാഹുല് വലിയ പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നു. വീട് കയറിയുള്ള വോട്ട് ചോദിക്കലിലേക്ക് രാഹുൽ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അയാൾക്ക് വേണ്ടി, അയാളുടെ മുമ്പിൽ ഒരു വലിയ ഒരു ബാധ്യത അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണത്? കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ അല്ലെങ്കിൽ മാർജിൻ ലീഡ് എന്ന് പറയുന്നത്, ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്.
ആ ഭൂരിപക്ഷത്തിലേക്ക് രാഹുലിനെ എത്തിച്ച സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ് ഇന്ന് പാലക്കാട്ടെ പല വാർഡുകളിലും പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. രാഹുലിന് വേണ്ടി അന്ന് അഹോരാത്രം പണിയെടുത്ത സാധാരണക്കാരായ പ്രവർത്തകർ അവരിന്ന് സ്ഥാനാർത്ഥിയാകുമ്പോ അവർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലെ ചില വിലപ്പെട്ട നിമിഷങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു ജനപ്രതിനിധി തയ്യാറാവുകയാണ്. ആ ജനപ്രതിനിധി വീടുകൾ കയറി വോട്ട് ചോദിക്കുകയാണ്. ആ വോട്ട് ചോദിച്ച് പ്രചരണങ്ങളിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ മുന്നിലെത്തിക്കുവാൻ അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള അഹോരാത്രമായ പരിശ്രമം രാഹുൽ നടത്തുകയാണ്. എന്താണെങ്കിലും രാഹുൽ വലിയ തരംഗമാണ് പാലക്കാട്. രാഹുൽ വലിയ തരംഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്നു നഗരസഭയിൽ, കണ്ണാടിയിൽ. ഈ നഗരസഭയും കണ്ണാടിയും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. കാരണം ഈ രണ്ടിടത്തും ഈ കഴിഞ്ഞ ഭരണകാലത്ത് കോൺഗ്രസ് ആയിരുന്നില്ല അധികാരത്തിലുണ്ടായിരുന്നത്, UDF ആയിരുന്നില്ല അധികാരത്തിലുണ്ടായിരുന്നത്. ഈ രണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും UDFനെ അധികാരത്തിലെത്തിക്കുവാനുള്ള എല്ലാ വഴികളും രാഹുൽ മാങ്കൂട്ടം നടത്തുന്നുണ്ട്, നോക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ രാഹുൽ വ്യാപൃതനാണ് താൻ. അപ്പോ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസും UDFും വലിയ പ്രതീക്ഷയിലാണ്. പിരായിരിയിലും മാത്തൂരിലും ഭരണം നിലനിർത്താൻ കഴിയുമെന്നുള്ളതും അതുപോലെ കണ്ണാടിയും നഗരസഭയും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുലും കോൺഗ്രസും UDFും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ എല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ ആ പ്രതീക്ഷ മാത്രം പോരാ, പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും കൊഴുപ്പിക്കണം. എല്ലാവരെയും കാണണം, എല്ലാ വോട്ടർമാരെയും കാണണം, എല്ലാ പാലക്കാട്ടുകാരെയും കാണണം, എല്ലാവരുടെയും വീടുകളിൽ കയറാൻ കഴിയുന്ന അത്ര വീടുകൾ കയറണം, വോട്ട് പിടിക്കണം, വിജയത്തിലേക്ക് എത്തിക്കണം എന്നുള്ള വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുല് പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ട് നടക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നത്.